അപ്പൊ നമുക്ക് പലരും കൊണ്ടാ ഇത് കളയണ്ട, കോച്ചിങ്ങിന്റെ അപ്പൊ ഞാനത് അന്വേഷണത്തിന് എനിക്ക് അതിന്റെ മുത്തശ്ശിന്റെ ഫോട്ടോ കിട്ടി. അത് ഞാൻ കളക്ട് ആ എല്ലാരും പറയുന്നുണ്ട് ഹോച്ചിമിനെ കുറിച്ച് നാളെ ചെയ്യണമെങ്കിൽ ഹോച്ചിമിൻ നീയെ ചെയ്യണ്ടായിരുന്നു പലരും പറയാറുണ്ട്. ചെറുപ്പം എന്ന് പറഞ്ഞ നാടകം തന്നെ എന്റെ ബ്ലഡിലുള്ളതാ. അത് ഞാൻ തെരുവ് നാടകം പാർട്ടിക്ക് വേണ്ടിട്ട് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനമാണല്ലോ. അന്ന് ശബരിമല സീസൺ ആകുമ്പോ സ്വാമിമാര് കൊടുത്തുള്ള മുണ്ടൊക്കെ കളക്ട് ചെയ്യും ഞങ്ങള്. ആ ബ്ലാക്ക് ആണല്ലോ നാടകത്തിന്റെ കളർ, അമച്ച നാടകത്തിന്റെ കളർ ബ്ലാക്ക് ആണല്ലോ. അപ്പൊ ഇത് നമ്മള് സുജാത മാഷ ടെക്നിക്ക് നമുക്കന്ന് അറിയില്ല. കാരണം അതിന്റെ സുജാത മാഷ ടെക്നിക്കൽ ഫോൾഡിങ് സിസ്റ്റം ഇങ്ങനെ ഒറ്റ മുടക്കില് സാധനം എല്ലാ വണ്ടി ഒരു വണ്ടിയിൽ എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അന്ന് അമച്ച നാടകത്തില് ഏറ്റവും വലിയ സെറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റൂല, ഒന്നും പറ്റില്ല. അന്ന് 3 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് നാടകം ചെയ്തത്. കേക്കരാജൻ ഒരു 28 വർഷം മുമ്പ് അതിന് സെറ്റ് ചെയ്തത് ഞാനാ. നാടുണ്ടായില്ല കുടുംബം ഉണ്ടാവുള്ളൂ. കുടുംബം ഉണ്ടായിട്ട് നാടുണ്ടാവില്ല. കുടുംബം സെക്യൂർഡായിട്ട് ഒരു വിപ്ലവം എപ്പോഴും നടക്കില്ല. നാട് നന്നായാലും നമുക്ക് കുടുംബം ഉണ്ടാവുള്ളൂ. വിപ്ലവമാർക്ക് എപ്പോഴും പോരാട്ടം തന്നെയാ. കുടുംബത്തിനെ സംരക്ഷിച്ചിട്ട് വിപ്ലവം നടക്കാൻ ഒരു കാലത്തും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അങ്ങനെയുള്ള രാജ്യത്ത് വിപ്ലവം ഉണ്ടായിട്ടുമില്ല. അതാണ് നമുക്ക് ഇവിടെ വിപ്ലവം ഉണ്ടാവാത്തതിന്റെ കാരണം. സമയത്തിന് ഇപ്പോക്ക് മുരളിയേട്ടൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ അവതരണം തീരുമാനിച്ചു. ജോസ് ചർമ്മന്റെ മുദ്രാരാക്ഷസന് വേണമെന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ സെറ്റ് വർക്കിനാണ് വിളിക്കുന്നത്. ഭാഷ നമുക്ക് നാടകക്കാർക്ക് പ്രശ്നമാണ്. സിനിമയ്ക്കും നാടകത്തിനും ഭാഷ വേണ്ട. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കഥകളി നാടകം. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ, മുദ്രകൾ മതി. നല്ല കമ്മ്യൂണിക്കേഷനാ. ഞാൻ സ്കൂൾ ഡ്രാമയിലൊന്നുമല്ല. അപ്പൊ ഞങ്ങൾക്കൊന്നും ഈ യൂറോപ്യൻ തിയേറ്റർ ഞങ്ങൾക്ക് വായിച്ചിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് വന്ന് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഞങ്ങളെ നാടകക്കാരൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യല്ലേ അത്. 12 വയസ്സിൽ SFI ആയിട്ട് തുടങ്ങി. അങ്ങനെ ഫുൾ ടൈം പാർട്ടി പ്രവർത്തനമായിരുന്നു. ഫുൾ ടൈം സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാ വക സമരത്തിനും എല്ലാ വിപ്ലവം നടക്കുന്നിടത്തും ഞാൻ ഉണ്ടാവും. എന്താ ചോദിച്ചു ഞാൻ എന്താ ഭാഷ പ്രശ്നം ചോദിച്ചു. BJP അന്ന് BJP സ്കൂൾ ഡാമ ഭരിക്കണം. ഭരണന്മാരിപ്പോ 10 സ്റ്റാഫിനെ മാറ്റിട്ടേ അവരെ നോമിനാക്കി. അവര് പറ്റിട്ടാന്ന് പറഞ്ഞു. എന്താ ഭാഷ എന്റെ പേരതല്ലേ, ഞാൻ ആ പേരല്ലേ അറിയണ. അതങ്ങനെ തന്നെ അന്വേഷിക്കുന്നത്. പക്ഷെ ചിലപ്പോ അവിടെ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവരെ സപ്തർഷിമിനെ കൊന്നിട്ടുള്ള നാടാ ഡൽഹി. ഇവിടെ വന്നിട്ട് സിദ്ധാർത്ഥ അഭിമാനം അങ്ങനെ അന്വേഷിക്കുന്നു പറഞ്ഞു. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ്ഫോക്കിന്റെ 14ാമത് എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫെസ്റ്റിവൽ തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രാജൻ. സിന്ദാബാദ് രാജൻ എന്നറിയപ്പെടുന്ന രാജേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, 14 വർഷം, അതായത് ഒരുപാട് പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള തിയേറ്ററുകൾ, ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള നാടക ഗ്രൂപ്പുകൾ, കേരളത്തിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗംഭീര നാടകങ്ങൾ. അതായത് നമ്മുടെ നാടകത്തിൻ്റെ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സ്ഥിരം പാറ്റേണുകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ ഇവിടെ വന്ന് കളിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിലുള്ള ആർട്ട് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. ഇതിൻ്റെ ഒരു തുടക്കകാലം എങ്ങനെയാണ് നിങ്ങൾ ഇറ്റ്ഫോക്കിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നതിൻ്റെ എങ്ങനെയാണത്? ആക്ടറായിരുന്നു ഞാൻ. അത് ശരി. ആക്ടറായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നാട്ടകം എന്ന് പറഞ്ഞ ചേർത്തിലൊരു സമിതി ഇല്ല, അതിൻ്റെ ഒരു ആക്ടറായിരുന്നു. എവിടെ? ചേർത്തില് നാട്ടകം ആക്ടറായിരുന്നു. കാരണം ചെറുപ്പം എന്ന് പറഞ്ഞ നാടകം തന്നെ എൻ്റെ ബ്ലഡിലുള്ളതാണ്. അത് ഞാൻ തെരുവ് നാടകം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനമാണല്ലോ. പത്രം വായിക്കുന്നതിന് മുമ്പും കൂടുതൽ മനസ്സിലാക്കുക. അന്നൊക്കെ ചായക്കട പത്രങ്ങളെ വായിക്കാം, ചായക്കടയിൽ പത്രങ്ങൾ വായിക്കാം. എല്ലാവർക്കും പത്രം വീട്ടിൽ വെത്താൻ പറ്റില്ല. അപ്പൊ ചായക്കടയിൽ എല്ലാവരും എത്തൂല പത്രം വായിക്കാം. പക്ഷെ അത് നമ്മളപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം പറയാനുള്ളത് ആ ഗ്രാമത്തിൽ ഒരു തെരുവ് നാടകം കളിച്ചാൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പത്രമാനപ്പുറം വരും. അപ്പൊ അങ്ങനെ തെരുവ് നാടകം പാർട്ടിക്ക് വേണ്ടിയിട്ടാ.
CPM അങ്ങനെ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരു നാടക സമിതി ഉണ്ടാക്കി, നാട്ടകം എന്നുള്ളതിന്റെ പേര്. അപ്പൊ അതില് CD ജോസ് എന്ന് പറഞ്ഞൊരു കക്ഷി തുടങ്ങിയത്. അപ്പൊ അതിന്റെ ആക്ടറായിട്ട് വന്നു. പിന്നെ അപ്പൊ ഞങ്ങളുടെ സമിതിക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്യണ്ടേ. അപ്പൊ അന്നത്തെ കാലത്ത് ദാരിദ്ര്യ നാടകവേദി എന്ന് പറയാ, പൈസ ഒന്നും കിട്ടില്ല. നമ്മള് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് നാട്ടിൽ തന്നെ കടകളിൽ നിന്നൊക്കെ സംഭാവനയൊക്കെ ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസ് ലൈറ്റ് അതിനൊക്കെ കാശ് കൊടുക്കണേ. അതിനൊക്കെ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ സെറ്റ് ചെയ്യാൻ അന്ന് ശബരിമല സീസണാകുമ്പോ സ്വാമിമാര് കൊടുത്തിട്ടുള്ള മുണ്ടൊക്കെ കളക്ട് ചെയ്യും ഞങ്ങള്. ആ ബ്ലാക്ക് ആണല്ലോ നാടകത്തിന്റെ കളറ്, അമേച്ചർ നാടകത്തിന്റെ കളർ ബ്ലാക്ക് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ അപ്പൊ എന്റെ ആ ഒരു പ്രവർത്തന മേഖല കണ്ടിട്ട് ആക്ടിങ് വേണം സെറ്റ് ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ അന്ന് ചിത്രം വരയ്ക്കുന്ന ആർട്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നിന്റെ താല്പര്യം ഈ ആർട്ടിലാണ്, നീ ആക്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ അത് പ്രിയനും ശശിയേട്ടനെ പറഞ്ഞ നടുവിൽ ശശിധരനെ പറഞ്ഞ, ഈ ആക്ട് ചെയ്യാൻ നിൽക്കണ്ട, നിന്റെ താല്പര്യം ഈ ആർട്ടിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കൂടുതൽ അങ്ങനെ അതിൽ തന്നെ നിൽക്കും. പിന്നെ ആക്ടിങ് മേഖല മാറ്റി നിർത്തി ആർട്ടിൽ വന്നു. ആർട്ടിൽ പിന്നെ അതിന്റെ ടെക്നിക്കൽ എങ്ങനെ നമ്മളെന്ന് വെച്ചാൽ അന്ന് ഒരു അമേച്ചർ നാടൻ പുറത്ത് അപൂർവ കളി കിട്ടുള്ളൂ. എന്നാലും കിട്ടണമെങ്കിൽ നമ്മള് ഒരു വണ്ടിയിൽ നല്ലൊരു കൂടി പോവാ, ഒരു ടെമ്പോ വിളിച്ചിട്ട് ആർട്ടിസ്റ്റ് സാധനങ്ങളും ആക്ടേഴ്സും ഒക്കെ അതിലെ പോവാ. അപ്പൊ ഇത് നമ്മള് സുജാത മാഷ ടെക്നിക്ക് നമുക്ക് അന്ന് അറിയില്ല. കാരണം സുജാത മാഷ ടെക്നിക്കൽ ഫോൾഡിങ് സിസ്റ്റം ഇങ്ങനെ ഒറ്റ മടക്കില് സാധനം ഒക്കെ എല്ലാ വണ്ടിയും ഒരു വണ്ടിയിൽ എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി, നമുക്ക് എങ്ങനെ അത് അങ്ങനെ ആക്കാം, അമേച്ചറിലൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചിന്തിച്ചു തുടങ്ങി. അപ്പൊ നമ്മളെ എൻ്റെ തന്നെ പരീക്ഷണം അതെങ്ങനെ ഓരോ സാധനം ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ ഞാനത് എങ്ങനെ മടക്കാൻ പറ്റും, എങ്ങനെ സാധ്യത, അങ്ങനെ അത് കണ്ടുപിടിച്ചു കൊടുത്ത് പ്രിയൻ പ്രേമലേഖനം എന്ന് പറഞ്ഞ നാടകം പ്രിയനന്ദൻ ചെയ്തപ്പോ പ്രിയൻ പറഞ്ഞത് അത് നമുക്കത് ഒരുപാട് കളിക്കണം. അപ്പൊ നമുക്ക് കൊണ്ടുപോകാന്നുള്ള സെറ്റപ്പ് ആകും, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ. അത് അവിടെ വെച്ചിട്ട് ഞാൻ ഫോൾഡിങ് സിസ്റ്റം, ഫോൾഡിങ് അതായത് ഈ സെറ്റ് എങ്ങനെ മടക്കി കൊണ്ടുപോകാന്നുള്ള അവിടെ ചെന്നിട്ട് നിവൃത്തി വെക്കാം. മാഷ ശിക്ഷണ അത് ശിക്ഷണ. പക്ഷെ സുജാത മാഷ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ആളുടെ ശിക്ഷ ഞാൻ ആ ഒരു വർക്കിൽ പ്രാമനഗരത്തിൽ കൂടി പഠിച്ചു. ഞങ്ങൾക്കത് ആകെ ഒരു കളി കിട്ടിയുള്ളൂ, 2 കളി, ഒന്ന് വല്ലത്തിലും കളിച്ചു, ഒന്ന് താഴ്ത്തകവിലും കളിച്ചു പ്രാമനഗരം ചെയ്തിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മള് അന്വേഷണമായി സെറ്റിലെങ്ങനെ എന്തൊക്കെ മാറ്റി മറിക്കാം ഉള്ളത്. കാരണം നമ്മളെ ഈ നാടകം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്നാൽ ഇപ്പൊ ഇന്റർനാഷണൽ നാടകം വരുന്നു. ഇന്റർനാഷണൽ നാടകത്തിൽ നമ്മൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഈ നാട്ടരങ്ങ് അല്ലേ, അതിന് ശേഷം പിന്നെ ചെയ്തിട്ടുള്ള നാടകങ്ങളൊക്കെ ഏതൊക്കെയാ? നാട്ടരങ്ങിന് ശേഷം രാമേന്ദ്ര മൊഴി ചെയ്ത നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കെ രാജൻ, കെ കൃഷ്ണരാജൻ എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി, കോവിഡ് കാലത്ത് ഡൽഹിയിൽ വെച്ച് മരിച്ചുപോയി. നാഷണൽ സ്കൂൾ രാമേന്ദ്ര അധ്യാപനായിരുന്നു. ആള് മൃതഭാരതം പറഞ്ഞത് നാടകം കേരളത്തിൽ ഇവിടെ ചേർപ്പിൽ കൊണ്ട് കളിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട്. അതിന് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ സെറ്റ് വരുന്നത്. അന്ന് അമേച്ചർ നാടകത്തിൽ ഏറ്റവും വലിയ സെറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റൂല, ഒന്നും പറ്റില്ല. അന്ന് 3 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് നാടകം ചെയ്തത് കെ രാജൻ, ഒരു 28 വർഷം മുമ്പ്. അതിന് സെറ്റ് ചെയ്തത് ഞാനാ. അപ്പോൾ വലിയ സെറ്റ് ചെയ്തത്. അങ്ങനെ കേരളത്തിലെ ആദ്യമായിട്ട് വലിയ സെറ്റ് എന്നുള്ള സങ്കല്പം ഉണ്ടാക്കിയത് അമേച്ചർ നാടകത്തിൽ കെ രാജനാ. അപ്പൊ അതിന്റെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മള് ഞാൻ അന്ന് നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, PRD നടത്തുന്നതാണ്. അതായത് കേരളത്തിന്റെ വിവിധ ഓരോ അമേച്ചർ നാടകം നടത്താം. അപ്പൊ അന്ന് നമുക്ക് വെച്ചാൽ ആ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടി പൈസ വരുന്നില്ല നമുക്ക്. അവിടെ എത്തിപ്പെടില്ല, 6 ദിവസം 8 ദിവസമൊക്കെ നാടകം ഉണ്ടാവുക. അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം, താമസിക്കണം ഒന്നുമില്ല. ഇവിടുന്ന് ഒരു വണ്ടി കയറും, വണ്ടി അവിടെ കയറുമ്പോ അങ്ങനെ ആ നാളെ കാണലിട്ടാ. നാളത്തിൽ വർക്കിയില്ലല്ല, നാളെ കാണല്. അപ്പൊ അവിടെ സോബി സൂര്യൻ എന്ന് പറഞ്ഞ നാടകക്കാരുണ്ട് കുന്നകുളത്തുള്ളത്, സോബി സൂര്യൻ. അവൻ നേരത്തെ പോയിട്ട് റൂം എടുക്കും. അവന്റെ ചെലവിൽ ഭക്ഷണം താമസം നാടകാരന്റെ സംരക്ഷകൻ അവൻ. എന്താ
പിന്നെ കള്ളവണ്ടി കയറ്റി വരിക ട്രെയിനില്. അതിന് മുമ്പേ ഇപ്പൊ വരയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താ? പഠനകാലമൊക്കെ എങ്ങനെയായിരുന്നു? പഠനകാലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. വീട്ടിലാരൊക്കെയുള്ള? വീട്ടില് ഞങ്ങള് 7 മക്കള്, അച്ഛനമ്മ. അച്ഛൻ എന്തായിരുന്നു ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ആയുർവേദത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആയുർവേദ പാരമ്പര്യ ഡോക്ടറാ, പാരമ്പര്യ വൈദ്യരായിരുന്നു. അപ്പൊ അന്ന് ആയുർവേദത്തിന് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. 2 കടയുണ്ടായിരുന്നു. ആ 2 കട, ആദ്യം ഒരു കട പൂട്ടി, പിന്നെ 2ാമത്തെ കടയും പൂട്ടി. പിന്നെ ആകെ ബുദ്ധിമുട്ടായി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് അങ്ങനെ ആ ബുദ്ധിമുട്ടിന്ന് വളർന്നു വന്നതാ. പഠിച്ചതൊക്കെ ചേർപ്പ് സീനിയർ സ്കൂളിൽ പഠിച്ചു. പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. SSLC ഞാൻ എഴുതിയില്ല ഞാൻ. സ്കൂളിൽ നാടകം കളിക്കുന്നു. SSLC എഴുതാത്തതിന്റെ കാരണം വെച്ചാൽ എനിക്ക് തോന്നി ഞാനൊരു വിഷയത്തില് ഹിന്ദിയിൽ എനിക്ക് മാർക്കില്ല. അപ്പൊ അതിന് വലിയ 100% ഉള്ള സ്കൂളായിരുന്നു. ഞാൻ ഒരാളെ എഴുതിയിട്ട് അന്ന് 100% കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ വർഷം ഞാൻ SSLC എഴുതിയില്ല. അങ്ങനെ പിന്നെ അത് എഴുതിപ്പോ പിന്നെ നാടകമായിട്ട് ഇങ്ങനെ അടച്ചിട്ട് തന്നെ നാടകം. അങ്ങനെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് വരിക. ഈ നടനായിരുന്നു എന്ന് പറഞ്ഞത് ഏതൊക്കെ ട്രൂപ്പുകളിൽ കളിക്കുകയാണോ? ഇതന്നെ ഞങ്ങളിങ്ങനെ നാട്ടിന്റെ ഇതിൽ ഞങ്ങൾ ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. തെരുവ നാടകം, പാർട്ടിക്കടി തെരുവ് നാടകം, ഈ ഇലക്ഷൻ കാലത്ത് പ്രസാദൊക്കെ ആയിട്ട് അങ്ങനെ മാഷായിട്ട് ബന്ധം. തെരുവാടത്തിന്റെ ആളാണല്ലോ. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ജോസ് ചേട്ടൻ ജോസ് ചർമ്മില് മീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്. ചാർട്ടില് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു CD ഞങ്ങളെ CD ജോസും പറഞ്ഞ കക്ഷിയില് ഗ്രൂപ്പിന്റെ മെയിനാണ്. CD അതൊരു ബന്ധമുള്ളത് അവർക്ക് വർഷങ്ങളായിട്ട്. പറഞ്ഞാൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ചെയ്യണം. CD നമുക്ക് അതിനുള്ള ഇങ്ങനെ പൊയ്ക്കാൽമ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 12 ആക്ടേഴ്സ് പൊയ്ക്കാൽമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നിട്ട് റിഹേഴ്സൽ തുടങ്ങി. അപ്പം അതിൻ്റെ സെറ്റ്, പ്രോപ്പർട്ടി, മാസ്ക് വെച്ചിട്ടല്ലോ ആദ്യമായിട്ട് ജോസണ്ണാണ് അങ്ങനെയാ ചർമ്മല്ല. ജോസണ്ണ നാടകങ്ങൾ കാണാൻ ഞങ്ങൾ സൈക്കിൾ ചവിട്ടിട്ട് സ്കൂൾ ഡ്രാമയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സൈക്കിൾ പണ്ട് ആള് സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ജോസണ്ണ എടുത്തു. ജോസെടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോസന്റെ കൂടെ കൂടി കുറച്ചൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ജോസന്റെ മീഡിയയിൽ മാത്രമുള്ള മീഡിയയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആള് ഞാനല്ലല്ലോ. പിന്നെ ബാലേന്ദ്രൻ ഈ പൊയ്ക്കാലുമ്പിൽ ചെയ്തു എന്ന് പറഞ്ഞില്ല, അതിപ്പോ നമ്മുടെ ഇവിടെ പരിചയമുള്ള ഒരു രീതിയല്ലല്ലോ. അതെങ്ങനെയാ കണ്ടുപിടിക്കണോ? അല്ലല്ല, അത് ജോസേട്ടൻ പറഞ്ഞു അത് പോയിക്കാം ഇന്ന സാധനങ്ങൾ വേണം. പോയിക്കാലുണ്ടാക്കി നമ്മള് മുളകുണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്ത് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് അതിവിടെ കളിച്ചേ. ഈ അക്കാദിന്റെ മുന്നിലെ കളിച്ചത്, രജനിന്റെ മുമ്പിൽ കളിച്ചത്. അപ്പൊ മാസ്ക് വേണം. അപ്പൊ അത് ഉണ്ടാക്കുന്നു. അത് ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ പേര് മാത്രമല്ല, ഒരുപാട് ചന്ദ്രേട്ടൻ എല്ലാവരും ഉണ്ട്. അത് റൂട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ട് സാധനം. അന്ന് ജോസേട്ടൻ റൂട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. റൂട്ടായിട്ട് ബാലേന്ദ്രേട്ടൻ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് അന്ന് ബാലേന്ദ്രേട്ടൻ. അപ്പൊ അവർക്ക് എല്ലാവരും കൂടിയിട്ട് അപ്പൊ നാട്ടിൽ എല്ലാവരും ചെയ്തിട്ട് ആ സാധനം പ്രൊഡക്ഷൻ നന്നായിട്ട് വിജയിച്ച സാധനം. അതിനുശേഷം നമുക്ക് കൂടുതലായി നാടകത്തിന് നമ്മളിങ്ങനെ നാടകം നമുക്ക് വിഷയ മനസ്സിലായി. ജോസഫ് കൊണ്ട് കൂടിയിട്ട് വേറെ തമാശകളല്ല സാധനം. അപ്പൊ ഞാനും അത് ചിന്തിക്കാൻ തുടങ്ങിയ നാടകം വേറെ കളിയല്ല അത്, കാര്യമുണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നെ കൂടുതൽ ഇതായി വീട്ടിൽ ചെല്ലാറില്ല. ഇതിന്റെ അന്വേഷണമായി. അങ്ങനെ സാംകുട്ടി ഭട്ടഗിരിയായിട്ട് പരിചയമായി, രാമേന്ദ്ര മുഖരിയായിട്ട് പരിചയമായി. പിന്നെ അന്വേഷണങ്ങളായി. അങ്ങനെ അന്വേഷണം പോയിട്ട് അലച്ചൽ തന്നെ. ഈ സംവിധായകരെ നമ്മളുടെ അടുത്ത് സെറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത്, ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എന്താ കമ്പനി പറഞ്ഞു തരിക? എന്തൊക്കെ സംഗതി സ്ക്രിപ്റ്റ് വായിക്കാൻ തരുവാണോ ചെയ്യുക, അതോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളോട് പറയും ഇന്ന ഉദ്ദേശിക്കുന്നത് സംവിധായകർ പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അവരും നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഈ നാളത്തിന് സെറ്റ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അത് നീയും കൂടി ആലോചിച്ചിട്ട് പ്രിയനന്ദനും പ്രേമലാനും ചെയ്യുന്നത് പ്രേം പറഞ്ഞോടാ നമുക്ക് പ്രിയനന്ദനെ പ്രേമലാനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു സിന്താബ് നമുക്ക് സ്റ്റേജിൽ ട്രെയിൻ ഓടിക്കണം എന്ന് പറഞ്ഞു. ഒരു കമ്പാർട്ട്മെന്റിലുള്ള ആ യാത്ര ട്രെയിൻ ഓടിക്കണം എന്ന് പറഞ്ഞു. ട്രെയിൻ മൂവ് ചെയ്യണം, ട്രെയിനിലാണ് സീൻ വരുന്നത് പറഞ്ഞു. അത് നീ ആലോചിച്ചോ. അപ്പൊ ട്രെയിൻ ഉണ്ടാക്കണം നമുക്ക്.
ട്രെയിനിലാണ് ഇരുന്നിട്ടാണല്ലോ സാറാമിയും നായരുള്ള ഇതില്ലേ. അപ്പൊ അത് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സജഷൻ തരും. പിന്നെ നമ്മുടെ ബുദ്ധിയ. അതുപോലെ സംഘടല് ചെയ്യുന്ന സമയത്ത് ജോയിന്റെ സംഘടല്, ജോയ് മാത്തിന്റെ സംഘടല് പ്രിയനന്ദനം ചെയ്യുന്ന സമയത്തും പ്രിയം പറഞ്ഞു നമ്മൾ കപ്പലില് കടലിലുള്ള ഒരു കപ്പലിലുള്ള സീന് വേണ്ടത് പറഞ്ഞു. അപ്പൊ കപ്പലായിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആ തട്ടും കാര്യങ്ങളും അത്ര ഹൈറ്റില് ചെയ്തു. അപ്പൊ നമ്മൾക്ക് ദാരിദ്ര്യം നാളെ പറഞ്ഞ കാര്യം നമ്മൾ കണ്ട സാധനമൊക്കെ വിട്ടിട്ട് സാധനം പണിതു. പക്ഷെ റിഹേഴ്സൽ വന്നപ്പോ മരം ലൂസായപ്പോൾ അവര് പ്രാക്ടീസ് ചെയ്തു. ശശിയാട്ടനാണ് ആക്ട് ചെയ്തത് നടുവില്. സജീവ വള്ളിശ്ശേരിയാണ് ടെസി എന്ന് പറഞ്ഞ സീന്, പഴൂര് ടെസി ആക്ട് ചെയ്തത്. അത് പ്രാക്ടീസ് വന്നപ്പോ സാധനം കളിക്കുന്ന സമയത്ത് കറക്റ്റ് കപ്പലില് പോണ ഫീലായി. അതിന്റെ ലൂസായിട്ടേ അവൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അത് അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കാരണം തരമാലയിൽ കപ്പലിങ്ങനെ പോയില്ലേ. അപ്പൊ സംഘടന ആപ്റ്റായി സെറ്റായി മാറി. ജോയേട്ട എപ്പോഴും പറയത്, ജോയേട്ട ഫൈനൽ റിഹേഴ്സല് അന്ന് വന്നില്ല. ജോയേട്ട സ്ക്രിപ്റ്റ് ആരും ചെയ്തിട്ടില്ല സംഘടനയില്. ജോയേട്ടൻ പറഞ്ഞു അത് അവസാനം ഞാൻ വരുമ്പോ കാർ വിളിച്ചിട്ട് വന്ന ജോയേട്ടൻ പറഞ്ഞു ധാരണ സെറ്റ് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചു എന്താണെന്ന്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം അങ്ങനെയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വന്ന് നമുക്ക് നെയ്ത്തുകാരനിലാണ് മുരളിയേട്ടനായിട്ടുള്ളൊരു ബന്ധം വരുന്നത്. നെയ്ത്തുകാരനിൽ എനിക്ക് പണിയൊന്നുമില്ല, എന്റെ സുഹൃത്ത് സിനിമ ചെയ്യണു. അപ്പൊ അത് കാണാൻ പോയി നിന്ന് വേറെ നമുക്ക് ചെയ്യാനില്ല. അത് കാണാനിപ്പോ അങ്ങനെ ഒരു കണ്ടു പരിചയം മാത്രമുള്ള മുരളിയേട്ടനായിട്ട് മുരളിയേട്ടനായിട്ട് അല്ല നേരിട്ട് പ്രിയൻ പരിചയപ്പെടുത്തലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ആ സമയമില്ല അങ്ങനെ ഉള്ളത്. അങ്ങനെ ആ സമയത്തിന് ഇപ്പോക്ക് മുരളിയേട്ടൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ അവതരണം തീരുമാനിച്ചു ജോസ് ചർമ്മന്റെ മുദ്രരാഷ്ട്രം തന്നെ വേണം. മുദ്രരാഷ്ട്രം തന്നെ വേണമെന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ സെറ്റ് വർക്ക് തന്നെ വിളിക്കണ്ട ഹരിയേട്ടൻ ഹരി നമ്പൂരിന്ന് പറഞ്ഞ കെ ബി ഹരിയുണ്ട്. ആളും ശശിയേട്ടനാണ് എന്റെ കോ ഡയറക്ടർ ആയിരുന്നത്. ശശിന്റെ പേര് ഡയറക്ടർ മുരളിയേട്ടൻ. ആ കാലത്ത് ശശിയേട്ടൻ മുദ്രാഷ്ട്രത്തിൽ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജയരാജ് അവരൊക്കെ എല്ലാരും വിളിച്ചു. പിന്നെ പുതിയ ആൾക്കാരും വിളിച്ചിട്ട് അപ്പൊ പിന്നെ അത് സിന്താബ് ചെയ്തില്ലേ സെറ്റ്. അപ്പൊ ഞാൻ ഫേമസ് ആയി സെറ്റ് പണിയിട്ട്. അങ്ങനെ ബ്ലാക്ക് ബോക്സിന്റെ ഇപ്പത്തെ ബ്ലാക്ക് ബോക്സ് ഇല്ലേ, അന്ന് ബ്ലാക്ക് ബോക്സ് അല്ലല്ലോ. ജോസേട്ടന്റെ പേര് തുടങ്ങി ജോസേട്ടൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നാടകക്കാർക്ക് ഒരു 60 രൂപ ഡെയിലി വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞ ജോസേട്ടൻ നിർവ്വഹണം പറഞ്ഞതാണ് ഇന്നത്തെ ബ്ലാക്ക് ബോക്സ്. അപ്പൊ അതിന്റെ ബാക്കിലായിരുന്നു വർക്ക്. മുരളി സാറ് അവിടുന്ന് നേരെ കാണും. ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ രാവും പകലും വർക്കെന്ന് അങ്ങനെയാ. ആറ്റെന്ന് പറഞ്ഞാൽ ഉറക്കല്ലാത്ത രാവുകളാ. പറയുന്ന സമയത്ത് ശാല ചേച്ചി ആയിരുന്നു ഡയറക്ടർ ഫെസ്റ്റിവൽ ഡയറക്ടർ. അപ്പൊ മുരളിയേട്ടൻ പറഞ്ഞു കൊള്ളാമല്ലോ കക്ഷി പറഞ്ഞു. അപ്പൊ പ്രിയനോട് ശശിയേട്ടൻ ചോദിച്ചു നമ്മുടെ ഈ വർക്ക് ഇപ്പോക്കിന്റെ വർക്ക് ആളെ ഏൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്തു. അതൊക്കെ ഓക്കെ അവൻ ചെയ്തിരിക്കും. അങ്ങോട്ട് ഇപ്പോക്കിൽ വർക്ക് ചെയ്തത്. ഇവിടെ വരുന്ന എല്ലാ നാടകങ്ങളുടെയും ഈ ആർട്ട് വർക്ക് ചേട്ടനാ ചെയ്യുന്നത് അല്ലേ? മെയിൽ അയച്ചത് അവര് മെയിൽ അയച്ചരും ഡ്രോയിങ് അയച്ചരും. അതാ ഞാൻ ചോദിക്കണേ, എങ്ങനെയാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ? നമ്മളായിട്ട് ഭാഷയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇവിടുത്തെ രീതികളൊന്നും അല്ലല്ലോ. അപ്പൊ എങ്ങനെയാ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? അവര് നേരത്തെ ഡ്രോയിങ് അയച്ചരും. ഡ്രോയിങ് അയച്ചത് നമ്മൾക്ക് മനസ്സിലാവല്ലോ. അപ്പൊ നമ്മളത് ചെയ്ത് വെക്കും. അവര് വരും 2 ദിവസം മുന്നാണല്ലോ വരിക. 2 ദിവസം വന്നു കഴിഞ്ഞാൽ ഭാഷ നമുക്ക് നാടകക്കാർക്ക് പ്രശ്നമാണ്. സിനിമയ്ക്കും നാടകത്തിനും ഭാഷ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കഥകളി നാടകം. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ. മുദ്രകൾ മതി. നല്ല കമ്മ്യൂണിക്കേഷൻ. ഈ ശശിയേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ചുകാരായിട്ട് സിന്താവും സംസാരിക്കുന്ന നോക്കിയടാവുന്നു. അവര് ഫ്രഞ്ചിൽ സംസാരിക്കുക. നല്ല ഫ്രഞ്ചുകാർ 3 വർഷം അടുപ്പിച്ചു വന്നേ. അപ്പൊ നല്ല ഭാഷ നമുക്ക് പ്രശ്നമില്ല. നാളത്തിൽ ആർട്ടിന്റെ ഭാഷ പ്രശ്നമല്ല. ടൈറ്റിൽ പോലും വേണ്ട നമുക്ക് നാടകം കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ ടൈറ്റിൽ വെക്കുന്നുണ്ടല്ലോ, അതുപോലും വേണ്ട നാടകം കാണാൻ. കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവരായിട്ട് നമുക്ക് പറയാനുള്ളത് പറയും. അല്ല അവര് മെയിൽ അയച്ചുതരും. ഡ്രോയിങ് ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അയച്ചുതരും. നമ്മൾ അതേപോലെ വെക്കും. അവർ 2 ദിവസം മുന്നേ വരും, ചെക്ക് ചെയ്യും. ഓക്കെ ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അപ്പൊ പറയും. അപ്പം നമ്മൾ തീർത്തു കൊടുക്കും.
അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവര് പറഞ്ഞ സാധനം അതേപോലെ നമ്മൾ ചെയ്യും. അത് ശരി, അത് ശരി. ഇപ്പൊ സുജാത മാഷ് 2010 മാഷ് എനിക്ക് കൂടുതൽ എളുപ്പമായി. കൂടുതൽ എളുപ്പം വെച്ചെങ്കിൽ മാഷ ടെക്നിക്ക് പഠിക്കാൻ പറ്റില്ല നമുക്ക്. ആളെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് മാസ്റ്ററാണല്ലോ. അപ്പൊ മാഷ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് കൂടി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകലവിന്റെ പോലെ ആയിരുന്നു. ആള് പരിചയപ്പെടുന്നതിന് മുമ്പ് ആൾ ടെക്നിക്ക് പഠിച്ച ആളാണ്. ഇപ്പൊ ഞാനും മാഷും അച്ഛൻ മകൻ ബന്ധ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ മാഷിന്റെ പല വർക്കുകള് ഗാലറി കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ വഴക്കൊക്കെ ഉണ്ടാവും. വഴക്കുണ്ടാവുന്ന വെച്ചാൽ വർക്ക് നടന്നെങ്കിൽ അച്ഛന് മകൻ കുറ്റം ചെയ്ത അച്ഛൻ ചീത്ത പറയണ്ടേ. ആ ചീത്ത വർക്ക് മസ്റ്റ്. അതിലപ്പുറത്ത് ഒന്നുമില്ല. അപ്പൊ ഞാനെന്റെ വർക്കേഴ്സിന് അങ്ങനെ തന്നെ പറയാ. അത് വഴക്കായിട്ട് കണക്കാക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറയല്ലേ. നമുക്ക് ഇപ്പോക്ക് ഈ വർഷം 9-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇപ്പോക്ക് 9-ാം തീയതിന്നാണ് കളിക്കണ്ടേ, വർക്ക് ആറ്റണ്ടേ. ഒരു വീട് പണി വെച്ചെങ്കിൽ നമുക്ക് വർക്ക് തല്ലെങ്കിൽ അടുത്ത മാസം 9-ാം തീയതി ആക്കാം. നീട്ടി വയ്ക്കും. നാടകം എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത് ചെയ്തിരിക്കണം. അതിന്റെ പിന്നിൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും 9-ാം തീയതി ചെയ്തിരിക്കണം. പണ്ട് ലളിതേച്ചി പറഞ്ഞിട്ടുണ്ട്, ലളിതേച്ചി പറഞ്ഞ കല്യാണം ആദ്യരാത്രി ചെയ്തില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ട് ലളിതേച്ചി. അത് നാടകമല്ലേ. അപ്പൊ അമ്മ മരിച്ചാലും നാടകം കളിച്ചേ പറ്റുമോ, അച്ഛൻ മരിച്ചാലും നാടകം കളിച്ചേ പറ്റുമോ. അതിന് അല്ല നാടകക്കാരെ. പിന്നെ ക്യാബിൽ എനിക്ക് പറയാനുള്ള വെച്ചാലേ, ഒരു നാടകം കണ്ടിട്ട് ക്യാബിൽ മോശമായി എന്ന് പറഞ്ഞു പോണില്ലേ, അതിനോട് എനിക്ക് എതിർപ്പാ. എന്താ വെച്ചാൽ അങ്ങനെ ഒരു നാടകത്തിന്റെ പിന്നിൽ വർക്കിനെ ഒരു പെയിൻ ഇല്ലേ, അത് പ്രസവിച്ചാൽ പ്രസവവേദന അറിയുള്ളൂ. അതിന് പിന്നിൽ വർക്ക് ചെയ്തവർക്ക് അതിന്റെ ഇത് അറിയുള്ളൂ. അതിപ്പോ ദീപന്റെ നാടകം പലരും പറഞ്ഞോളൂ മോശമായി ഉബ്രോയി മോശമായി. ഞാൻ ഉബ്രോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഉബ്രോയി കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞോളൂ. മറ്റുള്ളവർ കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ദീപം പറയും ചെയ്തു. ഞാൻ റിഹേഴ്സൽ കാണാൻ ചെന്നു. രാവിലെ 3 മണിക്ക് റിഹേഴ്സൽ തുടങ്ങും. അവിടെ ദീപം തോന്നുന്നു എന്നൊരു ഉദ്ദേശം ചോദിച്ചു എന്നോട്. ഞാൻ റിഹേഴ്സൽ. അപ്പൊ ഞാൻ റിഹേഴ്സൽ ഞാൻ പ്ലേ കാണണ്ടല്ലോ വെച്ചിട്ട് പറ്റില്ല, പ്ലേ കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലത്. അപ്പൊ അത് അഭിപ്രായം എനിക്ക് നല്ല നാടകത്ത് ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് ചെയ്തൊരു പ്ലേ. ഞാനെന്ത് പറഞ്ഞാലും അത് കാരണം അതിന്റെ പിന്നിലൊരു എഫക്റ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോ എന്തൊരു വർക്ക് ചെയ്താലും ഇപ്പൊ നാടകം എന്ത് കയ്യിലും അല്ലെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഇന്നെ പോരായ്മകൾ ഉണ്ടെന്ന് പറയാം. അത് ക്യാബില് പുച്ഛിച്ച് തള്ളാൻ പാടില്ല സാധനത്തിന്. അതായത് പിന്നിൽ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞ ചില്ലറ പണിയല്ല. അങ്ങനെ 2024 ഇപ്പൊ വരെ വന്ന് എത്തി നിൽക്കുന്നു. ഇനി അടുത്ത വർഷം ഉണ്ടാവുന്നൊന്നും അറിയാൻ പറയില്ല. ഇപ്പോക്കിന്റെ തുടക്കകാലങ്ങളിലൊക്കെ ഒരു ലാറ്റിൻ അമേരിക്കൻ വർഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അതൊക്കെ അതിന്റെ എക്സ്പീരിയൻസ് അത് ഓരോ വർഷം അത് മുന്നേറ്റം പ്ലാൻ ചെയ്തല്ലേ. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക അങ്ങനെ പ്ലാൻ ചെയ്തല്ലേ. ഓരോ വർഷം ആഫ്രിക്കയിലെ നാളെ മുഖ്യമന്ത്രിയല്ലേ അയാള് നമ്മുടെ വരിന്ന് പോയേ. അതൊക്കെ ഭയങ്കര വിഷമം. അതൊക്കെ ആ തിയേറ്ററിന് നമുക്ക് കാണാൻ പറ്റാത്ത തിയേറ്ററാണ് അത്. നമുക്ക് ഞങ്ങളെ പോലുള്ള, ഞാൻ സ്കൂൾ ഡ്രാമയിലൊന്നുമല്ല. അപ്പൊ ഞങ്ങൾക്കൊന്നും ഈ യൂറോപ്യൻ തിയേറ്റർ നമുക്ക് വായിച്ചിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റിയില്ല. അപ്പൊ അവര് വന്ന് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഞങ്ങളെ നാടകക്കാരൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്. എന്നിട്ട് അത് കേവലം മോശമായി. യൂറോപ്യൻ തിയേറ്റർ നമ്മള് തൃശ്ശൂർക്ക് എത്തിച്ചില്ലേ ഇല്ലേ. ഇതിന് നമുക്ക് പഠിക്കാണ്ട് പലതും ഒരുപാട് പഠിക്കാണ്ട്. ഈ നമ്മള് അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞു കഴിയുമ്പോഴേ നിങ്ങളുടെ അടുത്ത് എങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ചോദിക്കും അവര്. അവർ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്, എങ്ങനെയുണ്ടായിരുന്നു. അല്ല നമ്മുടെ നാടകക്കാർ പോലെ അല്ല അവര് നമ്മുടെ നാടകക്കാര് ഇവിടുന്ന് ജില്ല പെട്ടിട്ട് നാടകം പോയി കഴിഞ്ഞാൽ മുട്ടുമടക്കി പണിയെടുക്കില്ല. അപ്പൊ അവര് ആക്ടറായി, മനസ്സിലായ? അവരിവിടെ വന്നിട്ട് പണിയെടുക്കുന്ന കണ്ടുപഠിക്കണം. നമ്മുടെ നാടകക്കാര്, മലയാള നാടകയിലുള്ള നാടകക്കാര്, അവര് എത്ര വലിയ ആക്ടറായാലും അവര് പണിതിട്ട് അവര് വർക്ക് ചെയ്യുക. അവർ കൊണ്ട് സെറ്റ്, അവർക്ക് സാധനങ്ങൾ സംഘടിപ്പിച്ച് പോയി കൊടുത്താൽ മതി.
അപ്പൊ അവരെ കണ്ട് പഠിക്കുന്നതൊക്കെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ മലയാള നാടകവേദിയിലുള്ളവര്. മനസ്സിലായ? അവരിപ്പോ ഞാൻ പറഞ്ഞ ഇവര് യൂറോപ്യൻ നാടകങ്ങളും കൂടെ എത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് മലയാള നാടകവേദിക്കാര് വേറെ എന്താ സംഭാവന ചെയ്തിരുന്നത്? അല്ല, ഇത് കണ്ടിട്ട് അത് കോപ്പി അടിക്കുന്നല്ല പറയണത്. വേറെ അവര് കണ്ടിട്ട് നമ്മളൊന്ന് മുന്നോട്ട് വെക്കണ്ടേ പുതിയ വർക്ക്? ഈ മലയാളത്തിൽ ഉണ്ടാവുന്ന ഇപ്പൊ ഇറ്റ് ഫോക്കിനൊക്കെ ശേഷമേ നമ്മുടെ മലയാളത്തിലുള്ള ഈ പറഞ്ഞ നാടകവേദിയും കുറെയൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പലതരത്തിൽ മാറാൻ ഈ പറയുന്ന പോലെ സ്പേസിനെ എങ്ങനെ ഉപയോഗിക്കണം, അത് ലൈറ്റ്, സൗണ്ട്, ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ മലയാളവും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷനും വലുതാണല്ലോ, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് മലയാളത്തിലും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഇറ്റ് ഫോക്കിനൊക്കെ ശേഷമേ മറ്റ് അമേച്ചർ നാടകവേദികളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് പ്രാധാന്യമല്ല നാടകത്തിന്. ലൈറ്റ് പ്രാധാന്യം നമ്മളൊക്കെ പൗണ്ടറിലൊക്കെ വളപ്പിട്ടിട്ട് നാടകം കളിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ ലൈറ്റ് ഇറങ്ങിയ സമയത്തും നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ വാടക കൊടുക്കാൻ പറ്റില്ല. മെട്രോ സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ട് മണ്ണുത്തിയില്, ചെട്ടിങ്ങാടിയിലുള്ള സ്ഥാപനം. ആളെ ലൈറ്റ് എടുത്തിട്ട് പെർഫോം കഴിഞ്ഞാൽ കൊണ്ടുകൊടുക്കില്ല. കൊണ്ടുകൊടുക്കുക പൈസ ഇല്ലാത്ത കാരണം വാടക കൊടുക്കാൻ പൈസ ഇല്ല. അന്നും ഡിമ്മർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇങ്ങനെ തിരിക്കണം ഡിമ്മർ. അതായത് CD ജോസിൽ നല്ല ലൈറ്റ് ചെയ്യുന്ന ആളാ, ഡിസൈൻ ചെയ്യുന്ന ആളാ. 3 ഡിമ്മറൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ തിരിക്കണം, കാലുകൊണ്ടൊക്കെ തിരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് 12 സംവിധാനം അന്ന് കൊടുക്കില്ല. എന്നിട്ട് ജോസേട്ടൻ മെട്രോ ജോസേട്ടൻ വിളിച്ച് പറയും, ആ വാടക തന്നില്ലെങ്കിലും ലൈറ്റ് ഇങ്ങനെ എത്തിക്കും, വേറെ ആൾക്കാർ നിങ്ങളുടെ വാടക വേണ്ട. അങ്ങനെ പിന്നെ ജോസേട്ടൻ മുദ്രാക്ഷത്തിന് ലൈറ്റ് ഇറക്കിയപ്പോ, ജോസ് ടർമില് ഇറക്കിയപ്പോ ആ ലൈറ്റ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. ഡൽഹിയിൽ നിന്ന് ലൈറ്റ് ഇറക്കിയിട്ട് നമ്മളെന്നെ കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോകും, നാട്ടിൽ കൊണ്ടുപോകും, ശാശേട്ടൻ കൊണ്ടുപോകും, നടുവിൽ കൊണ്ടുപോകും. അന്ന് കോളേജ് നാടകങ്ങൾ ഇഷ്ടം പോലുള്ള സമയമാണ്, ക്യാമ്പസ് നാടകങ്ങൾ. ആ സമയത്ത് കൊണ്ടുപോകും. അപ്പൊ ജോസേട്ടൻ ഇതുപോലെ തന്നെയാ ലൈറ്റ് കൊണ്ടുപോകും. ഈ നേരത്തെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വരയ്ക്കുമായിരുന്നു എന്നല്ല, വര പിന്നെ തുടർന്നിരുന്നോ? വര ആ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൽ പങ്കെടുക്കും. പിന്നെ നോട്ട് ബുക്ക്, അന്ന് വരയില്ലാത്ത പേപ്പർ കണക്ക് പിന്നെ ഉപയോഗിക്കുക, കണക്ക് എഴുതാന്. അതിന് മുഴുവൻ വരയ്ക്കും, അത് മാറ്റിക്കും. ആ പുസ്തകം എന്തൊക്കെയാ വരയ്ക്കുക? നമ്മള് ദൈവങ്ങളെ ചിത്രമല്ല നമ്മള് അല്ലല്ല, നമ്മളെ മൂഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ അപ്പൊ വരയ്ക്കും. സിനിമാക്കാരെ വരച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. സുകുമാരൻ, ജയൻ, സുകുമാരൻ, ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഹീറോകളെ അതായിരുന്നു. അതൊക്കെ വരച്ചായിരുന്നു. ദൈവങ്ങളെ ചിത്രം ഒരിക്കലും വരച്ചിട്ടില്ല. അവരോടുള്ള എതിർപ്പ് കൊണ്ടല്ല, എന്താ നമ്മളെ മൈൻഡ് അങ്ങനെ, അതല്ല നമ്മുടെ ഉദ്ദേശം അതല്ല. ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം മെമ്പർഷിപ്പ് ഇല്ല, മറ്റേ പാർട്ടിക്കാരനാ. മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് വെച്ചാൽ ഫുൾ ടൈം നല്ലാത്ത തന്നെ. ഞാൻ എനിക്ക് പറ്റില്ലല്ലോ, എനിക്ക് ഇങ്ങനെ സഞ്ചാരമല്ലേ. അപ്പൊ ബ്രാഞ്ച് കൂടുമ്പോ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്തോ അറിയാതെ നേരത്തെ നമ്മള് പാർട്ടിക്കാരനാണ്. എന്റെ പേരിന്റെ പിന്നിൽ സിന്ദാബാദ് ഉണ്ടോ? ഞാൻ ഫുൾ ടൈം 12 വയസ്സിൽ SFI ആയിട്ട് തുടങ്ങി. അങ്ങനെ ഫുൾ ടൈം പാർട്ടി പ്രവർത്തനമായിരുന്നു. ഫുൾ ടൈം സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാ വക സമരത്തിനും എല്ലാ വിപ്ലവം നടക്കുന്നിടത്തും ഞാൻ ഉണ്ടാവും. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു. വലുതാവുമ്പോഴും അന്നെ രാജ്യത്ത് പേര് വിളിക്കില്ല, സിന്ദാബ് വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കുള്ളൂ. അങ്ങനെ ഈ പ്രേമലേഖനം ടൈറ്റിൽ വയ്ക്കുന്ന സമയത്താണ് വിറ്റ് നോട്ടീസിൽ അന്ന് വിറ്റ് നോട്ടീസ് അടിക്കാനുള്ള കാശുള്ളത് ഞങ്ങളുടെ കയ്യില്. വിറ്റ് നോട്ടീസ് മീൻസ് മനസ്സിലായില്ലേ? പ്രിയം പറഞ്ഞ ആ ടൈറ്റിൽ വെക്കണല്ലോ, ആർട്ട് രാജ്യം എന്ന് വെച്ചാൽ പറ്റില്ല. നിന്നെ എന്തായാലും എല്ലാവരും സിന്ദാബ്. അപ്പൊ സിന്ദാബ് രാജ്യം അന്നാ നോട്ടീസ് ഉണ്ണിസത്താറ് ഗാന്ധി കളിക്കുന്ന സമയത്ത് കണ്ണൂർ സംഘടനയില് ഉണ്ണിസത്താറ് ഗാന്ധി കളിക്കുന്ന സമയത്ത് ഉണ്ണിസത്താറ് ഞങ്ങളായിട്ട് ബന്ധമുണ്ട്. അവിടെ ഒരു നാട്ടിലുണ്ട്. ഈ നോട്ടീസും കൊണ്ട് കണ്ണൂർക്ക് പോയതാ. അവിടെ എന്തൊരു മൂല്യേട്ടൻ കൊച്ചിക്കോലി മാഷും ഇത് വായിച്ചു ഇത് ഭയങ്കര പേരാണ്. ഇവിടെ രണ്ടാൾ കാണണം, ആളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിസത്താറിനെ വിട്ടു. അപ്പൊ ഉണ്ണിസത്താർ ഒന്ന് പറഞ്ഞു, ആ മൂല്യേട്ടനും കൊച്ചിക്കോലി മാഷ നിന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് കാണാം പറഞ്ഞു. കണ്ണൂർ സംഘടന ഓർഡർമാരാണ് അവര്, പാർട്ടി സത്യപ്പെടുന്നത്.
അങ്ങനെ അടുത്ത നാടകം ഈ ഫ്രീഡം ഫൈറ്റ് എന്നുള്ള നാടകമില്ലേ ചെയ്തപ്പോ സമയത്ത് അതിന്റെ ഏകദേശം ഉദ്ഘാടനത്തിന് ഞങ്ങൾക്ക് അന്ന് വടകര നാടകം ഉണ്ടായിരുന്നു, നാട്ടകിന്റെ. ആ നാടകത്തിന് പോയപ്പോ ടൈം കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ഇപ്പൊ സാധു ഓഡിറ്റോറിയത്തില് സഖാവ് EMS-ഉം MAB പാർട്ടിയിൽ ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ. ആദ്യത്തെ കളി, ഉദ്ഘാടന കളി, അത് നിർബന്ധ കണ്ണൂർ സംഘടനയിലെ പാർട്ടിയുടെ ആൾക്കാർ മാത്രമേ കണ്ടതിന് ശേഷം അത് പുറത്ത് കളിക്കുന്നത്. അന്ന് അവരെ കൂടി നാടകം കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അവര് ഫ്രണ്ട് റോല്. പക്ഷെ ആ വേദിയിൽ നമ്മൾ ഉണ്ടായിരുന്ന നാടകം ഫ്രീഡം ഫൈറ്റ് എന്നുള്ള നാടകം അന്നുള്ള ബന്ധം മുല്ലേണ്ണായിട്ട് കരുവിൽ മുല്ലേറ്റിട്ട് ആ ബന്ധം ഇന്നും നിലനിന്ന് പോകും. എത്ര കാലം കഴിഞ്ഞാൽ ഇവിടെ ചില അന്ന കണ്ട അപ്പൊ ആന്ന് വിളിക്കുകയാണ്. അങ്ങനെ പോണു. അങ്ങനെയാണ് ആ ടൈറ്റ് എനിക്ക് പാറ്റി മാറാൻ പറ്റുമോ? ശിവമാഷ് ശിവസ് കൊട്ടാരം ഡൽഹിയില് ഇതിന്റെ തിരുവനന്തപുരം നിരീക്ഷക ഡൽഹിയില് സെലക്ഷൻ കിട്ടിയിട്ട് അവിടെ കളിച്ചോണ്ട് കഴിഞ്ഞിട്ടാണ് BJP അദ്ദേഹത്തിന് അല്ല അനൗൺസ് ചെയ്യണ്ടേ. ആ സുന്ദരരാജൻ മാഷനോട് പറഞ്ഞു, മാഷ് ശിവമാഷനോട് രാജേട്ടാ ഈ പേര് അനൗൺസ് ചെയ്യാൻ പറ്റില്ലാടാ. എന്താ ചോദിച്ചു ഞാൻ, എന്താ മാഷ പ്രശ്നം ചോദിച്ചു. BJP അന്ന് BJP സ്കൂളിന്റെ ഭരിക്കുന്നു. ഭരണം മാറിപ്പോ മൊത്തം സ്റ്റാഫിനെ മാറ്റിട്ടേ അവരെ നോമിനാക്കി. അവര് പറ്റില്ലാട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ മാഷെ, എന്റെ പേര് അതല്ലേ, ഞാൻ ആ പേരല്ലേ അറിയണ, അതങ്ങനെ തന്നെ അനൗൺസ് ചെയ്യുന്നത്. മാഷ് പറഞ്ഞു ചിലപ്പോ അവിടെ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സപ്തർഷിമിനെ കൊന്നിട്ടുള്ള നാടാ ഡൽഹി, ഇവിടെ വന്നിട്ട് സിന്ധാബാദ് തല്ലി പോലെ ചിക്ക അഭിമാനം അങ്ങനെ അനൗൺസ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ. പിന്നെ നമ്മൾ പാർട്ടി മെമ്പറിന്റെ അവരുടെ കാര്യമില്ല പ്രത്യേകിച്ച്. ഒരു കാലത്തും നമുക്ക് ആദ്യം എന്റെ മെമ്പർഷിപ്പ് അത് ലാബില് ഏത് സിന്ധാബാദ്. ഹേറാം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ എന്നെ, ഹേറാം രാജൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പാർട്ടിക്ക് വേണ്ടിട്ട് പാർട്ടി നാടകങ്ങൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, തെരുവ് നാടകങ്ങള് അല്ല. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഇത് മാറിയല്ലോ. ഈ തെരുവ് നാടകങ്ങൾ ആക്ട് ചെയ്യണോ ചെയ്തത്? ഈ തെരുവ് നാടകവും നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസം. തെരുവ് നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഒരു സെറ്റും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിഫോം, എല്ലാവർക്കും ഒരു യൂണിഫോം ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ പോയാൽ നമ്മൾ പോവുക, പോയി നാടകം കളിക്കുക, ആ ഗ്രാമങ്ങളിൽ നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പറയുക. ജനം കൂടുമായി. അന്ന് ജനം മൊത്തം കൂടും. കൂടുമ്പോ നമുക്ക് പച്ചയായ കാര്യങ്ങൾ പറയാം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പത്രം വായിക്കാത്തൊരു കാലഘട്ടം ഉണ്ട്. എല്ലാവരും പത്രം വായിക്കുന്ന നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഈ ഗ്രാമങ്ങളിലൊക്കെ നിന്ന് പത്രം വായന ഇല്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാ പോവുക, അവൾ കുമ്പിടി കുത്തിയിട്ട് നമ്മൾ കിട്ടാവുന്ന കളക്ഷൻ പിരിക്കും. അടുത്ത ജംഗ്ഷനിലേക്ക് പോണ്ടേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവസാനം ചാരായങ്ങളൊക്കെ മദ്യപാനം ഉണ്ടാകും. നാടകക്കാര് മദ്യപാനികൾ തന്നെയാട്ടാ. അത് വെറുതെ അല്ല, വെറുതെ അല്ല, അത് വെറുതെ അല്ല കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അന്ന് അരക്കുപ്പി ചാരായം ഒക്കെ ഒന്ന് മേടിക്കും കാശുണ്ടെങ്കിൽ അതിൽ 16 പേരുണ്ടാവും അരക്കുപ്പി ചാരായം കുടിക്കാൻ. അപ്പൊ ഈ കിട്ടുന്ന പൈസയും നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ആ യാത്ര ഈ പൈസ കൊണ്ട് അടുത്ത ജംഗ്ഷനിൽ പോയി നാടകം കളിക്കുക. ബസ് ഫെയർ എന്തായാലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാണ്ടിരിക്കും. അതല്ല ഞാൻ ചോദിച്ചേ, ഈ നാടകമൊക്കെ കളിച്ച് കിട്ടുന്ന പൈസ, അപ്പൊ സെറ്റ് വർക്ക് കിട്ടുന്ന പൈസ നമുക്ക് വീട്ടില് നമ്മുടെ കുടുംബം ഉണ്ടാവുമല്ലോ. കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. നാടുണ്ടായാലല്ലേ കുടുംബം ഉണ്ടാവുള്ളൂ. കുടുംബം ഉണ്ടായിട്ട് നാടുണ്ടാവില്ല. കുടുംബം സെക്യൂർഡ് ആയിട്ട് ഒരു വിപ്ലവം എപ്പോഴും നടക്കില്ല. നാട് നന്നായാലും നമുക്ക് കുടുംബം ഉണ്ടാവുള്ളൂ. അന്ന് ഞാനൊക്കെ 25 വർഷം കയ്യിൽ പോയിട്ട് വിചാരിച്ചു. കാരണം വിപ്ലവം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ധാരണ വെച്ചാൽ നാട് നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവും, വീട് നന്നാവും. അല്ല, വീട് നന്നായിട്ട് ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നു. അതായത് നമ്മൾ ഇത്തരം നാടക പ്രവർത്തനത്തിലൂടെ ഒരു വിപ്ലവം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇറങ്ങിയ എന്നാലും നമ്മളെ വീട് നന്നാവുള്ളൂ. നമ്മള് റഷ്യനെ കണ്ടല്ലേ പഠിച്ചത്. സമത്വ സുന്ദര നാടുണ്ടെങ്കിൽ നമുക്ക് അമൃതം വന്നേ പറ്റൂ. അപ്പൊ നമ്മള് എല്ലാം സെക്യൂർഡായിട്ട് വിപ്ലവം ഉണ്ടാവില്ല. മോശമായിട്ട് വയറ് നിറഞ്ഞവൻ വിപ്ലവം ഉണ്ടാകുമ്പോയില്ല. പട്ടി ഉണ്ടെങ്കിൽ വിപ്ലവം ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ നമുക്ക് എല്ലാം നമ്മൾ വിപ്ലവം ഉണ്ടായാൽ നമ്മുടെ വീട്
രക്ഷപ്പെടുന്നുള്ള ഒരു മാർഗത്തിൽ നമ്മൾ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നത്. അല്ലാണ്ട് എല്ലാം തകഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള സമയത്തിൽ അശ്വനാലും വിപ്ലവം നടത്താം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ജോസറിന് ഭാഷ പറയും. ജോസറിന് ആ ഭാഷ നമുക്ക് ക്യാമറയിൽ നോക്കി പറയാൻ പറ്റില്ല. അതാണ് കാര്യം. വയറ് വെച്ചാലേ വിപ്ലവം ഉണ്ടാവുള്ളൂ. നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്തെ എല്ലാം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയം മാറി, രാഷ്ട്രീയ പ്രവർത്തകരുടെ രീതികൾ മാറി, ജീവിത ശൈലി മാറി, കലയുടെ രീതി മാറി. ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകർ അന്ന് എല്ലാവരും പറയും കട്ടൻ ചായയും പരിപ്പുവടിയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആഹാരം എന്ന് പറയും. ഏത് കാലത്തും കട്ടൻ ചായയും പരിപ്പുവടിയും കഴിച്ചാൽ മതിയോ കമ്മ്യൂണിസ്റ്റുകാര്? മതിയോ? ഇപ്പൊ ബിരിയാണി കഴിച്ചാൽ എന്താ കുഴപ്പം? കമ്മ്യൂണിസ്റ്റുകാർ ബിരിയാണി കഴിച്ചാൽ ഇറങ്ങില്ലേ? എന്നും ഈ കട്ടൻ ചായയും പരിപ്പടിയും ഈ കാജപടിയും അല്ലെങ്കിൽ സാധു പീടി വലിച്ചാൽ മതിയോ? പാർട്ടി പീടിയിൽ സാധു പീടി അല്ലല്ലോ. കാലഘട്ടത്തിൽ നമ്മൾ മാറണ്ടേ? കാലഘട്ടത്തിൽ മാറണ്ടേ നമ്മള്? അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നാടകക്കാർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നാടകക്കാർക്ക് മാറ്റം, പട്ടിണി മാറിയിട്ടുണ്ടോ? അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞില്ലേ, കുടുംബം വേണ്ട ഞങ്ങൾക്ക്. അങ്ങനെയാണ്. കുടുംബത്തിനെ കുറിച്ച് ചിന്തില്ല. എപ്പോഴെങ്കിലും വരിക, എപ്പോഴെങ്കിലും കിടന്നുറങ്ങുക. അമ്മയൊക്കെ അന്നെ അന്വേഷിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷം അന്നെ കാണാതെ ഇപ്പൊ വന്നിട്ടുണ്ട് നാട്ടിലേക്ക്. ജോസ് രാജ പിടിക്കാൻ പോയടാ ചോദിച്ചിട്ട് കാണാണ്ടേ. അതല്ല, നമ്മള് ഈ ലൊക്കേഷന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ, അടുത്ത സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ഇവിടെ എന്നെ കോട്ടയത്ത് പോവാ. അപ്പൊ സാങ്കുട്ടി വിളിക്കും, കോട്ടയത്ത് കുറക്കണ്ട അങ്ങോട്ട് പോവും. അവിടുന്ന് ചിലപ്പോൾ പാലക്കാട്ടേക്ക് വിളിക്കും. അപ്പൊ നേരെ പാലക്കാട്ടേക്ക് പോവും. വിപ്ലവം ഉണ്ടാക്കിയാണ് തിരിച്ചല്ല വിപ്ലവകാരിക്ക്. അങ്ങനെയൊക്കെ കാർൽ മാർക്സിന്റെ 2 മക്കള് ഭാര്യയും പനി പിടിച്ച് വെച്ചപ്പോൾ ആള് പോലെ തന്നെ എഴുതണ. അതങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞ അതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിപ്ലവകാരിക്ക് എപ്പോഴും പോരാട്ടം തന്നെയാണ്. കുടുംബത്തിനെ സംരക്ഷിച്ചിട്ട് വിപ്ലവം നടക്കാൻ ഒരു കാലത്തും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അങ്ങനെയുള്ള രാജ്യത്ത് വിപ്ലവം ഉണ്ടായിട്ടുമില്ല. അതാണ് നമുക്ക് ഇവിടെ വിപ്ലവം ഉണ്ടാവാത്തതിന്റെ കാരണം. ഇന്ത്യയിലും വിപ്ലവം ഉണ്ടാവാത്തതിന്റെ കാരണം അതാ. അപ്പൊ ഞാൻ ചിന്തിച്ചേ, എന്റെ 25 വർഷം കയ്യിൽ നിന്ന് പോയല്ലോ വിചാരിച്ചു. വിപ്ലവം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വിപ്ലവം ഉണ്ടാവില്ല. കുടുംബവും സ്വകാര്യ സ്വത്തും തന്നെയാണ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അത് തന്നെയാണ്. അതെനിക്ക് പിന്നെ 25 വർഷം പിടിച്ചു അതെനിക്ക് മനസ്സിലാവാൻ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജാതിരാജ് ഈ ഓരോ ജാതികളുണ്ടല്ലോ, ഞാൻ തള്ളി പറയല്ലട്ടാ. എത്ര വലിയ കമ്മ്യൂണിസം പറഞ്ഞാലും മുസ്ലിം കുടുംബത്തിൽ നിന്നും ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ഉള്ള ആൾക്കാർ ഞായറാഴ്ച പള്ളി പോയിരിക്കും. ക്രിസ്ത്യൻ എത്ര രാഷ്ട്രീയം പറഞ്ഞാലും എത്ര വലിയ പള്ളി പോയിരിക്കും. എന്താ ഇവർക്ക് മാറ്റാൻ പറ്റാത്ത പള്ളീനെ? ഹിന്ദുക്കൾക്ക് ഒരു നിർബന്ധമില്ല അമ്പലത്തിൽ പോകാറുണ്ട്. ഇപ്പം സുരേഷ് ഗോപി അല്ല നരേന്ദ്രമോദി നേരിട്ട് വന്നാലും മിഷൻ കണ്ണ് കഴുത്തിൽ വെച്ചിട്ട് പള്ളി അമ്പലത്തേക്ക് പറഞ്ഞാൽ പൂലി നമ്മളത്. നമുക്കതിന് നിർബന്ധമില്ല. ഇവര് എപ്പോഴും പെടുത്തി കളയുന്ന വെച്ചാൽ ഇവരെ ബോഡി അറിയണം. സെമിത്തേരി പ്രശ്ന, കല്യാണ പ്രശ്ന. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തോളം കാലം കേരളത്തിൽ കമ്മ്യൂണിസം അപജയം സംഭവിക്കുന്നത്. ഇവരെത്ര വലിയ കമ്മ്യൂണിസം പറഞ്ഞാലും ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ അവർക്ക്? ഒരാളുടെ CDOs ചേർപ്പിൽ ഞാൻ പരിചയപ്പെട്ട അന്ന് തൊട്ട് പിന്നെ ഏൽപ്പിച്ചിക്കാണ്. CDOs എന്ന് പറഞ്ഞ കക്ഷി ഏൽപ്പിച്ചിക്കാടാ. എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അനിയന്മാർ എത്ര നിർമ്മിച്ചാലും പള്ളിയിൽ വെക്കാൻ നീ ജീവിച്ചിരിക്കുന്നത് സംഭവിക്കരുതെന്ന് പറഞ്ഞു നല്ലത് ഏൽപ്പിച്ചിക്ക. അത് എന്നോട് ബോഡിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. ഒരു കാരണവശാലും പള്ളിയിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്ന് എന്നോട് ഏൽപ്പിച്ചുക. അനിയന്മാരോ നീ പറഞ്ഞ് മനസ്സിലാക്കണം, നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ. അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവണം. അതാണ് ഇവിടെ വിപ്ലവം നടക്കാണ്ട് പോണത്. സാധാരണമായിട്ടുള്ള വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. അത് താൽക്കാലികം. ഇത് വരാൻ കാരണം ജോസ് ചെർമനില്ലേ, ആൾക്ക് നാടകം കളിക്കും. തശോധി ഇങ്ങനെ
അങ്ങനെ പിടിക്കുന്ന സ്വഭാവമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളും പറയും എന്തൊരു തേങ്ങ ഉള്ളത് പൊട്ടിച്ചാളെന്ന് പറയും. പക്ഷെ ആളെന്താണ് ആളെ ചിന്ത. എനിക്ക് ഈ താടി സംഭാവന ചെയ്ത് 2019 കോവിഡ് ഇല്ല. ആരാ കോവിഡില് ബ്ലേഡ് ഇല്ല, 3 മാസം ബ്രേക്ക് ആയില്ലേ, ബ്ലേഡ് കിട്ടില്ലല്ലോ. അപ്പൊ അതെങ്ങനെ വന്നു. അപ്പൊ വന്നപ്പോ ഞാനിങ്ങനെ കണ്ണടന്ന് തേങ്ങ ഇത് പഠിച്ചാൽ ബ്ലേഡ് കടകളൊക്കെ ഉണ്ട് ഇല്ല. പിന്നെ അതൊരു തോന്നി കുഴപ്പമില്ലല്ലോ പരിപാടി. അപ്പൊ അതങ്ങനെ വീണ്ടും ഞാനും ജോസേട്ടൻ പല മരിച്ചു കിട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് പലരും പോണ്ടാ ഇത് കളയണ്ടായിരുന്നു, ഹോച്ചിമിന്റെ ലുക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഹോച്ചിമിൻ നിസ്സാരക്കാരനല്ല. എന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പൂർവികരുണ്ടല്ലോ, മുത്തശ്ശന്റെ 4 പേരും കൂടിയിട്ട് ജപ്പാനിൽ നിന്ന് ഈ പായ്ക്കപ്പൽ മുഖാന്തരം ഇങ്ങനെ യാത്ര വന്നതാ. വന്ന് അതില് 3 പേര് പേടിച്ച് തിരിച്ചു പോയി. എവിടേക്ക് വന്നതാന്ന് കപ്പയാത്ര അങ്ങനെ അവർ തിരിച്ചു പോയി. ഈ എന്റെ ഈ മുത്തശ്ശന്റെ 500 വർഷം മുമ്പ് 400 വർഷം മുമ്പ് ആൾ പോയില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അങ്ങനെ ഒന്ന് കേറി ഇന്ത്യയിൽ എവിടെയോ ഒന്ന് കേറി ആള് ഇവിടെ ഒന്ന് കൂടി ആരൊക്കെയോ കല്യാണം കഴിച്ച് അതിന്റെ ഒരു പരമ്പരയിൽ പെട്ടതാ. അതിന് ലുക്ക് ഉണ്ട്. അപ്പൊ ഞാനത് അന്വേഷണത്തിന് ഭാഗം എനിക്ക് അതിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ കിട്ടി. അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാതൃഭൂമിയിൽ റിപ്പോർട്ട് വന്നു അതിനെ കുറിച്ചിട്ട്. എന്തൊട്ടാ ചിയാങ്ക്യൂന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഞാൻ ആ പേപ്പർ കട്ട് മാതൃഭൂമിയിൽ വന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് വെച്ചു. ഷോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് കൂട്ടി വയ്ക്കുമ്പോ ഈ വിയറ്റ്നാമിലുള്ള ബന്ധങ്ങള് അങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ലില്ല, പോവാൻ പറ്റില്ല. വിയറ്റ്നാമിൽ അങ്ങനെ പോവാൻ പറ്റില്ല പെട്ടെന്ന്. അങ്ങനെ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പോണ്ടേ ഞങ്ങളുടെ നാടല്ലേ, അങ്ങനെ അവസരം കിട്ടിയ നമുക്ക് പോയിരിക്കും. എല്ലാരും പറയുന്നുണ്ട് ഹോച്ചിമിനെ കുറിച്ച് നാടൻ ചെയ്യണമെങ്കിൽ ഹോച്ചിമിൻ നീയ ചെയ്യണ്ടായിരുന്നു പലരും പറയാറുണ്ട്. കാണുന്നവരൊക്കെ പറയാറുണ്ടാവും. മുടി പണ്ടേ മുതൽ 12 വയസ്സിൽ തന്നെ മുടി ഒരുപാടുണ്ടായിരുന്നു. കൊഴിഞ്ഞു പോയി ഇപ്പൊ വീട്ടിലാരൊക്കെയാണ്? ഞാൻ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. എന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി വൈദ്യർ എന്ന് പറയാം. അമ്മ കുമാരി. ഞാൻ അതിന് ശേഷം ഒരു 39 വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് ഗീത, മകന്റെ പേര് റമോൺ, ചെകുരയുടെ വരട്ടെ, മോളുടെ പേര് ഇലൂഷ. വിപ്ലവം പാർട്ടി വീട്ടിലൊരു പരിപാടിയില്ല. അത് ആ ഗുണം മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ ആ അമ്പലത്തിക്കൊന്നും പോണ്ട, അച്ഛൻ മിണ്ടാണ്ട് പറയാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴാന്ന് പറയും മകനോട്. അച്ഛൻ മിണ്ടാണെന്ന് പറയാ. മോളായാലും മോള് നന്നായിട്ട് വരയ്ക്കും. എൻ്റെ ഒരു കഴിവ് മോൾക്ക് കിട്ടിയിട്ട് വരയ്ക്കും. മകൻ നാടകക്കാരനാണ്. അപ്പൊ കെമിസ്ട്രി ഫൈനലാണ്, പ്ലസ് ടു കോളേജിൽ പഠിക്കുന്നു. അപ്പൊ ഈ വർഷം വന്നിട്ടില്ല. മാഷ് എല്ലാ വർഷവും വന്ന് നാടകം കാണും. മാഷായിട്ട് നല്ല ബന്ധം. ഈ ഹിറ്റ്ഫോക്കിന്റെ തുടക്കകാലത്തെ നിറയെ ആളുകള്, നാട്ടുകാരായിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളൊക്കെ നാടകം കാണാൻ വേണ്ടിട്ട് വന്നിരുന്നു. പക്ഷെ പിന്നെ ആളുകളുടെ എണ്ണത്തിന്റെ സ്വഭാവം മാറി നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടെ നാട്ടുകാരുടെ എണ്ണം കുറയുകയും ചെയ്ത പോലെ എനിക്കൊരു തോന്നല്. അങ്ങനെ ഉണ്ടോ? യൂറോപ്യൻ റേറ്റ്സ് ഇവിടേക്ക് കൊണ്ടുവന്ന മുരളിയേട്ടൻ്റെ ഒരു സംഭാവനയാണത്, ഭരതമുരളിയുടെ സംഭാവനയാണത്. അപ്പൊ നമുക്ക് വെച്ചാൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ നാടകവും വരും. തിയേറ്ററിന്ന് കാണണ്ടേ, പഠിക്കണ്ടായിരുന്നു ഇത്. ആ സമയത്തൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു ഇവിടെ. അപ്പൊ ഇവിടെ വന്നപ്പോ ചിന്താവണം സെറ്റ്. പിന്നെ അത് എനിക്ക് റൂമുണ്ട് ഇവിടെ. അന്ന് തൊട്ട് തന്നെ എനിക്ക് റൂമുണ്ട് കമ്മിറ്റിയുടെ. അപ്പൊ അവരെല്ലാവരും നമ്മുടെ റൂമിൽ, കാരണം നമ്മൾ നാടകം കാണാൻ പോലത്തെ അവരുടെ റൂമിലും അവരുടെ ഇതിലും നമ്മൾ അന്ന്. അപ്പൊ അവർക്ക് എനിക്കിങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അവര് വരും. ഇപ്പൊ കുറവാട്ടാ. അപ്പൊ അവര് വരും, നാടകക്കാർ വരും, ഇവിടെ വരും. എൻ്റെ ടീം അവര് പറഞ്ഞിടാ കെടുക്കാൻ സ്ഥലമില്ല, ഇവിടെ കിടന്നു. അങ്ങനെ തന്നെ ഈ പ്രാവശ്യം ഭയങ്കര കുറവാ, നാടകക്കാര് കുറവാ. അതാണ് മറ്റേതൊക്കെയല്ലേ നാടകം. ഇപ്പൊ ഈ
നാടകം നടക്കുമ്പോൾ വരുന്ന ആൾക്കാരും നാടകക്കാരും നാടകം കാണാനുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതല്ല. ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അതില് വന്ന് കുറെ വന്നിട്ട് ഒന്ന് ആർമാദിക്കാം, അടിച്ചു പൊളിക്കാം, എന്തൊരു നാടകം എന്നുള്ളത്. ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അങ്ങനെയാ, എല്ലാവരും ഫിലിം കാണുന്നതല്ല, അതാ ഓളം. അതിന്റെ കൂടെ ആഘോഷിക്കുക. തൃശ്ശൂരം വന്നിട്ട് എല്ലാവരും എല്ലിത്തലമാണ് കേൾക്കാറുണ്ടാ, അതന്നെ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ ഒന്ന് കൂടാം എന്നുള്ളത്. എത്ര ആളുണ്ട് കൂടെ വർക്ക് ചെയ്യാൻ? ഞങ്ങളിപ്പോ 3 പേരുള്ളൂ. 6 പേര് എല്ലാ വർഷം ഉണ്ടാവാറ്. ഈ പ്രാവശ്യം വർക്ക് കുറവായി കാരണം 3 പേര്. ഈ 3 പേര് മതി ഞങ്ങള് ഈ സെറ്റില് 3 പേര്. പിന്നെ മറ്റേ പെയിന്റേഴ്സ് അത് 10-16 പേര് വേറെ ഉണ്ട്. ചേട്ടനും വർക്ക് ചെയ്യും അല്ലേ? ഞാൻ വർക്ക് ചെയ്യണ്ടേ? അല്ല, അതല്ല ഞാൻ അവർക്ക് പറഞ്ഞു അല്ല, ഞാനതങ്ങനെ ചെയ്യാറ്. ഈ വർഷം പരിചയസമ്പന്നമായ ആൾക്കാരല്ലായിരുന്നു, പഴയ ആൾക്കാര് ഇല്ല, അപ്പൊ പുതിയ ആൾക്കാരായിരുന്നു. അപ്പൊ പുതിയ ആൾക്കാർക്ക് പഠിക്കണ്ടേ, എന്റെ കാലത്തിന് ശേഷം വേറെ ആള് കിട്ടാവണ്ടേ. അപ്പൊ ഈ വർഷം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു ഫുൾ ടൈം. അങ്ങനെ നിൽക്കണം, ഇവിടെ വരെ എത്തി നിൽക്കണം. അടുത്ത വർഷം ഉണ്ടാവുക ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ഉണ്ടാവും, ഞാൻ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല.